നമസ്കാരം. കേരളത്തിലൊരു യുവ നേതാവ്, അത് പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്നത് CPMന്റെ ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാം ഇവിടെ പറയുന്നത് ഈ കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജയിച്ചു കയറിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് ഇന്നിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയെ അദ്ദേഹം പീഡിപ്പിച്ചെന്നോ അങ്ങനെ എന്തോ അവിഹിത കഥകളൊക്കെയാണ് ഇടത് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത്. അതായത് ആ പറയുന്ന കഥ ഒരുപറ്റം മാധ്യമപ്രവർത്തകരുടെ പേര് പറഞ്ഞും പറയാതെയുമൊക്കെയാണ് CPM ദേശാഭിമാനി അവരൊക്കെ ഇതിനെ കൈകാര്യം ചെയ്ത് അവർക്കെതിരെ യാതൊരു കേസുമില്ല. അപ്പോൾ ഇങ്ങനെ അപവാദ കഥകൾ നിരവധി നേരിട്ട ഒരു കൂട്ടം നേതാക്കൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്. അതിലൊരു യുവ നേതാവാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇത്തരത്തിൽ ഈ അപവാദ കഥകൾ നേരിട്ടപ്പോൾ അന്ന് ചാണ്ടി ഉമ്മനെ സഹായിക്കാനായി സ്വന്തം പിതാവ് പോലും വന്നിട്ടില്ല. ചാണ്ടി ഉമ്മൻ്റെ അന്ന് നിശ്ചയിച്ചിരുന്ന വിവാഹം പോലും നടക്കാതെ പോയി. ഇന്നിപ്പോൾ എന്താണ് അതിൻ്റെ സത്യാവസ്ഥയെന്നും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെല്ലാം പോയി എന്ത് സംഭവിച്ചു എന്നും അതിൻ്റെ നിജസ്ഥിതി പുറത്തു വന്നപ്പോൾ കേരള ജനത അതെല്ലാം മറന്നു കഴിഞ്ഞു. ഇന്ന് ചാണ്ടി ഉമ്മൻ എവിടെ എത്തി നിൽക്കുന്നു? ഇവിടെ നാം ഇത് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ ഇത്തരത്തിൽ ഇടത് ഹാൻഡിലുകൾ കൈകാര്യം ചെയ്ത തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇടത് ഹാൻഡിലുകൾ തന്നെ അവരുടെ CPM നേതാക്കൾക്കെതിരെ എങ്ങനെയാണ് ഒരാളെ അയാൾക്ക് എങ്ങനെ അവമതിപ്പുണ്ടാക്കാം, അത് സ്ത്രീ വിഷയ കഥകളിലൂടെ തന്നെ ചാർത്തിക്കളയാം എന്ന് തീരുമാനിച്ചിറങ്ങി അത്തരത്തിൽ അവർ അങ്ങനെ സ്ത്രീ വിഷയ കഥകൾ ചാർത്തിക്കൊടുത്ത് പേരുദോഷം ഉണ്ടാക്കിയ നിരവധി നേതാക്കൾ അവർക്കിടയിലുണ്ട്. അത് നമുക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അതായത് അവരുടെ പാർട്ടിക്ക്, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരാൾ കൊള്ളാത്തവനായി തീർന്നു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ അവമതിപ്പുണ്ടാക്കാം, അതിൽ PhD എടുത്തവർ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ, വിശിഷ്യ ഇവിടെ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു വേള VS അച്യുതാനന്ദൻ പക്ഷത്ത് നിലയുറപ്പിച്ചു നിന്ന ഗോപി കോട്ടമുറിക്കൽ എന്ന നേതാവിനെ എങ്ങനെയാണ് അവർ കുരുക്കിയതെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ആ മാധ്യമപ്രവർത്തകയുടെ പേര് പറയുമ്പോൾ ഉഭയകക്ഷി, അതായത് പ്രായപൂർത്തിയായവരെ സംബന്ധിച്ച് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം കാര്യമാണ്. അതിൽ അവർ ആ പറയുന്ന യുവതിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പരാതി കൊടുത്തതായി ഇവിടെ പറഞ്ഞിട്ടില്ല. നാം പെട്ടെന്ന് രാഹുലിലേക്ക് വന്നതല്ല, നമുക്ക് തിരികെ CPMന്റെ കാര്യത്തിലേക്ക് തന്നെ പോകണം. അതായത് ഇങ്ങനെ ഗോപി കോട്ടമുറിക്കൽ എന്ന നേതാവിനെതിരെ കഥ പറയുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയേണ്ടി വരും. ഈ അടുത്തിടെ പാലക്കാട് PK ശശി എന്ന നേതാവിനെ ചാർത്തി ആ പറയുന്ന രീതിയിൽ കഥയുണ്ടാക്കിയപ്പോൾ PK ശശി ഒരു യുവ നേതാവിനെതിരെ ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ശശി പറഞ്ഞ കാര്യങ്ങളിലെ സത്യാവസ്ഥ അന്വേഷിക്കാൻ ലോകത്തൊരു പാർട്ടിയിലും ഇല്ലാത്ത രീതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ തെറ്റ് ചെയ്യുന്നത് അവർക്ക് തന്നെ ജഡ്ജ് ഉണ്ടാകും, അവർക്ക് തന്നെ കമ്മീഷനുണ്ട്, ജഡ്ജ് പോകുന്നു, കമ്മീഷനുണ്ട്, കമ്മീഷൻ രൂപീകരിച്ച് റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ആ പീഡനത്തിന് എന്ത് തരത്തിലുള്ള പീഡനമാണെന്ന് എനിക്ക് പ്രേക്ഷകർ ക്ഷമിക്കുക, പെട്ടെന്ന് കാഠിന്യമില്ലാത്ത പീഡനം എന്നോ അങ്ങനെ എന്തോ ആണ് പേര്, ആ പേര് കറക്റ്റായിട്ട് ഓർത്തു പറയാൻ കഴിയാത്തതിൽ ക്ഷമിക്കുക. ഏതായാലും ശശി പീഡനാരോപണത്തിന് വിധേയനായ ശശിക്ക് പിന്നീട് ഇങ്ങോട്ട് പാർട്ടിക്കകത്ത് നിന്ന് തരം താഴ്ത്തലാണ് ഉണ്ടായത്. ഒരു വേള ഒരു കൂട്ടം പേർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നേതാവായി തീർന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തി അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ഇത്തരത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന കഥകൾ ഉണ്ടാക്കുന്നതിന് ഒരു തരത്തിലുള്ള മടിയുമില്ലാത്ത CPM എന്ന പാർട്ടി ഇത്തരത്തിൽ ഇടത് ഹാൻഡിലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കത്തക്ക രീതിയിൽ വളയുന്നതിൽ എന്തർത്ഥം? ആദ്യം അവർക്കിടയിലുള്ള അവരുടെ അവമതിപ്പ് അവർ ആദ്യം തീർക്കട്ടെ. സ്വന്തം പാർട്ടിയിലെ സ്വന്തം അംഗങ്ങളെ എങ്ങനെ വാരിക്കുഴിയിൽ വീഴ്ത്താം, അതിന് എങ്ങനെയൊക്കെ അവർക്ക് വേണ്ടാത്ത പേരുകൾ ചാർത്താം എന്ന രീതിയിൽ നടക്കുന്ന CPMന് ഈ പറയുന്ന രീതിയിൽ ആ യുവ നേതാവിനെതിരെ ഒരു ആരോപണം, ഇത്തരത്തിലൊരു ആരോപണം കേസായോ മറ്റോ ആരും തന്നെ പറയാത്ത സ്ഥിതിക്ക് എന്ത് ന്യായീകരണമാണ് ഇവർക്കിതിൽ പറയാനുള്ളത്? ഒരാൾ സമൂഹത്തിൽ ജനമധ്യത്തിൽ ഉയർന്നു വരുന്ന ഒരു നേതാവായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അറിയപ്പെടുന്ന തരത്തിലേക്ക് മാറുമ്പോൾ തങ്ങളുടെ ചില വിഗ്രഹങ്ങൾക്ക് നേരെ ചില ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ അത് സഭയിലായാലും അല്ല അതിന് പുറത്തായാലും
അതിനെ എങ്ങനെ കളങ്കപ്പെടുത്താം എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി നിൽക്കുന്നത്. അതിന് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് വേറെ ആരും ഇനി പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവരുടെ ഇടത് ഹാൻഡിലുകൾ ഈ പറയുന്ന രീതിയിൽ ഒരു പ്രത്യേകതരം രോഗം ബാധിച്ച രീതിയിൽ അവർ ഇതിനെ എഴുതി പിടിപ്പിക്കുന്നതിൽ, നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കുന്നതിൽ നാം ഒരിക്കലും മറ്റൊരു തരത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിൽ ആരോപണം ഉണ്ടായതിനു പിന്നിൽ സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ തന്നെയുള്ള അസൂയാലുക്കൾ ഉണ്ടോ എന്നും സംശയിക്കേണ്ട തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും അതിന് തക്കതായ മറുപടി രാഹുൽ മാങ്കൂട്ടൻ തന്നെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മാറി കൃത്യമായ രീതിയിൽ പ്രതികരണം നൽകേണ്ടത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. അദ്ദേഹം നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പലതവണ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം. എങ്കിലും ആധികാരികമായി അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയുമെന്ന് തന്നെ നമുക്ക് ധരിക്കാം. ഏതായാലും കുറ്റാരോപണം പറയുന്നവർ ആദ്യം അവരുടെ ഈ പറയുന്ന മുതുകത്തിരിക്കുന്നത് മാറ്റിവെച്ചിട്ട് ഭ്രഷ്ടത്തിലിരിക്കുന്നവരെ കുറ്റം പറയൂ എന്ന് മാത്രമേ കേരള സമൂഹത്തിന് ഈ പറയപ്പെടുന്ന ഇടത് ഹാൻഡിലുകളിലെ ചിത്തരോഗികളോട് പറയാനുള്ളൂ.